അതിനുശേഷം നടക്കുന്ന ലെജൻസ് കുന്നത്തൂർ വേഴ്സസ് ഭാരത് കടക്കാവൻ. ഞങ്ങളെല്ലാവരും വരണം കേട്ടോ. കണ്ടോണ്ടിരിക്കുക ആരെയാണ് ഈ ലോകം മൊത്തം കണ്ടോണ്ടിരിക്കുക. എങ്ങനെ കാണുന്നേ വിജയിച്ചുകൊണ്ട് ഇതാ രണ്ടാമത് മത്സരം ആരംഭിക്കുന്നു. ഒരു കാരണവശാലും കായിക പ്രേമികളെ സ്പർശിക്കരുത്. ഒരു കാരണവശാലും ഒരു കാരണവശാലും ഇത് വലിയ വിഷയങ്ങളുണ്ടാകാൻ ശ്രദ്ധിക്കാം. ഒരു കാരണവശാലും സ്പർശിക്കരുത്. ഒരു കൈ രണ്ടാമത്തെ മത്സരത്തിലും പുനർ വിജയിച്ചിരിക്കുകയാണ്. ഭാരത് കടക്കാവൻ ടീമുകൾ സമീപമായി കൊണ്ടുകടന്നു വേണം. ലെജൻസ് കുന്നത്തൂർ വേഴ്സസ് ഭാരത് കടക്കാവൻ. അതോടൊപ്പം തന്നെ ഓമലൂർ ഭാഗത്തുനിന്ന് വാഹനങ്ങൾ ഈ വാഹനം പോയതിനു ശേഷം കടന്നു വരണമെന്ന് അറിയിക്കുന്നു. ഭാരത് കടക്കാവൻ വേഴ്സസ് ലെജൻസ് കുന്നത്തൂർ. ടീം ക്യാപ്റ്റന്മാർ കടന്നു വേണം. ടീമുകൾ പ്രദേശത്തേക്ക് ഇനി മത്സരങ്ങളോട് പോകാൻ ശ്രമിക്കണം. ടീം ക്യാപ്റ്റന്മാർ കടന്നുകൊള്ളാം. അതോടൊപ്പം തന്നെ ഇവിടെ എത്തിയ മുഴുവൻ കായിക പ്രേമികൾ ഇരുന്ന് സഹകരിപ്പിക്കണം. കുറച്ചുകൂടെ പറയും. കാരണം മത്സരം നടന്നുകൊള്ളാണ് ഇവരും ഇത് നമ്മുടെ പൗരസമിതിയുടെ പൗരസമിതിയുടെ ക്ഷണിച്ചെത്തിക്കണം. ഡി ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി ക്വാർട്ടർ ഫൈനലിൽ എത്തിപ്പെടുവാൻ നമുക്ക് മുന്നിൽ ഡി ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി ക്വാർട്ടർ ഫൈനലിൽ എത്തിച്ചേരുവാൻ നമുക്ക് മുന്നിൽ ലെജൻസ് കുന്നത്തൂർ ശാസ്താംകോട്ട വേഴ്സസ് ഭാരത് കടക്കാമൺ പത്തനാപുരം. വിജയിക്കുന്ന ടീം ഡി ഗ്രൂപ്പിലെ ഒന്നാം സ്ഥാനം നേടി ക്വാർട്ടർ ഫൈനൽ ലൈനപ്പ് ചെയ്യുമ്പോൾ ഓടുന്ന ടീം വീണ്ടും അവസരം ഉണ്ടാവുന്ന ഈ മത്സരത്തിൽ നമുക്ക് മുന്നിൽ ആദ്യ നിമിഷത്തിൽ ശക്തമായി ലീഡ് ഉയർത്തിക്കൊണ്ട് ഭാരത് കടക്കാമൺ പത്തനാപുരം. അതേ നാണയത്തിൽ ഭാരത് നേടിയ ലീഡ് തിരികെ പിടിക്കുവാനുള്ള തീവ്ര ശ്രമത്തിൽ എത്തിച്ചേരുവാനുള്ള രണ്ട് തുല്യശക്തിയുള്ള തുല്യ പോരാട്ടത്തിൽ ഭാരത് പ്രവചിക്കാൻ കഴിയാത്ത ലീഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ആദ്യസത്യ കരസ്ഥമാക്കി ഭാരത് കടക്കാമൺ. പ്രിയമുള്ളവരെ, പത്തനംതിട്ട ജില്ലയിൽ ആദ്യമായി നടക്കപ്പെടുന്ന ഈ അഖില കേരള ആവടമലി മത്സരത്തിൽ പ്രഖ്യാപനം പൗരാവലി നടത്തുന്ന ഈ മത്സരത്തിൽ ഒന്നാം സമ്മാനമായി 10,001 രൂപയും രണ്ടാം സമ്മാനമായി 5,001 രൂപയും മൂന്നാം സമ്മാനമായി 3,001 രൂപയും നാലാം സമ്മാനമായി 2,001 രൂപയും അഞ്ചും ആറും സ്ഥാനക്കാർക്ക് 1,000 രൂപ വീതവും ക്യാഷ് പ്രൈസ് നൽകുന്ന ഈ മഹത്തായ മഹോത്സവത്തിൽ അതിന്റെ ക്വാർട്ടർ ഫൈനൽ ഇനത്തിൽ ഡി ഗ്രൂപ്പിൽ ചാമ്പ്യന്മാരായി എത്തിപ്പെടുവാൻ നമുക്ക്
നമുക്ക് മുന്നിൽ മത്സരിക്കുന്നു ലെജൻസ് കുന്നത്തൂർ ശാസ്താംകോട്ട കൊല്ലം വേഴ്സസ് ഭാരത് കടകേമൻ പത്തനാപുരം കൊല്ലം. കൊല്ലം ജില്ലയിലെ 2 തുല്യ ചാമ്പ്യൻ ടീമുകൾ ഡി ഗ്രൂപ്പിലെ ചാമ്പ്യന്മാരായ ക്വാർട്ടർ ഫൈനലിൽ എത്തിപ്പെടുവാൻ നമുക്ക് മുന്നിൽ മത്സരിക്കുമ്പോൾ ആദ്യ വിലയേറിയ സെറ്റ് നേടി ഭാരത് കടകേമൻ ലീഡ് ചെയ്യുന്നു. സമയബന്ധിതമായി ടീമുകൾ റെഡിയാവുക. മറ്റ് മത്സരങ്ങൾ ഉള്ളതാണ്. ഇത് കഴിഞ്ഞാൽ അടുത്ത മത്സരങ്ങൾക്ക് ടീമുകൾക്ക് എത്തിച്ചേരണം. പെട്ടെന്ന് ടീമുകൾ റെഡിയാവുക. ടീമിന്റെ ക്യാപ്റ്റന്മാർ സെമിഫൈനൽ ടോസ് കണ്ടത് എത്തിച്ചേരുക. ഈ അകലെയുള്ള ആവണമൊരു മത്സരത്തിന്റെ യുവശക്തി പനക്കാട് വിജയിക്കുന്ന ടീം ക്വാർട്ടർ ഫൈനലിൽ എത്തിപ്പെടുമ്പോൾ പരാജയപ്പെടുന്ന ടീം ഈ ടൂർണമെന്റിൽ നമ്മോട് വിട പറയുകയാണ്. പ്രിയമുള്ളവരെ, യുവശക്തി പനക്കാട് വേഴ്സസ് സെൻസ്റ്റാർ നോർനാട്. വിജയിക്കുന്ന ടീം ക്വാർട്ടർ ഫൈനലിൽ എത്തിപ്പെടുമ്പോൾ തോൽക്കുന്ന ടീം 12ാം സ്ഥാനം നേടി കളമിടുന്ന ഈ മത്സരത്തിൽ, വളരെ വിലയേറിയ മത്സരത്തിൽ നമുക്ക് മുന്നിൽ 2 തുല്യ ശക്തികൾ. പ്രിയമുള്ളവരെ, നല്ല കഴിഞ്ഞു പൗരാവലി സംഘടിപ്പിക്കുന്ന മത്സരത്തിൽ യുവശക്തി പനക്കാട് വേഴ്സസ് സെൻസ്റ്റാർ നോർനാട്. അനായാസ വിജയം കരസ്ഥമാക്കിയ സ്റ്റാർ നോർനാട് ക്വാർട്ടർ ഫൈനലിലേക്ക് നെക്സ്റ്റ് മത്സരം ക്ഷണിക്കുന്നു. ഓക്കെ ബ്രദേഴ്സ് വേഴ്സസ് ചലഞ്ചേഴ്സ്. ഹരി വെല്ലിത്തുമണ്ണിൽ, മനോജ് തുണ്ടുപറമ്പിൽ. ഈ മത്സരങ്ങളിൽ വിജയിക്കുന്ന 1ാം സ്ഥാനത്ത് എത്തുന്ന ടീമിന് 10,000 രൂപയുടെ സമ്മാനമാണ് ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ആ തുക സ്പോൺസർ ചെയ്തിരിക്കുന്നത് പ്രദീപ് ദീപാഭവൻ പ്രക്കാനം, ബാബുജി പുളിക്കത്തറയിൽ പ്രക്കാനം, ഹരി വെല്ലിത്തുമണ്ണിൽ പ്രക്കാനം. Okay, brothers versus challengers versus first goal, second goal, final goal on the ground. ഇതിലെ 2ാം സ്ഥാനത്തെത്തുന്നവർക്ക് 5,000 രൂപയുടെ കാശവാളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അത് സ്പോൺസർ ചെയ്തിരിക്കുന്നത് PWD കോൺട്രാക്ടേഴ്സ് പ്രക്കാനം. രണ്ട് ടീമുകൾക്കും മത്സരിക്കേണ്ടതുണ്ട്. ആരംഭിച്ചു കഴിഞ്ഞു. പൗരാവലി സംഘടിപ്പിക്കുന്ന ഈ അകലെയുള്ള മത്സരത്തിൽ ക്വാർട്ടർ ഫൈനലിൽ എത്തിപ്പെടുമ്പോൾ ചലഞ്ചേഴ്സ് മുക്കാർ ആലപ്പുഴ ക്വാർട്ടർ ഫൈനൽ. ഓമല്ലൂർ ഭാഗത്തുനിന്ന് വന്ന വാഹനങ്ങൾ, ഓമല്ലൂർ ഭാഗത്തുനിന്ന് വന്ന വാഹനങ്ങൾ കടത്തി വിടാൻ നിങ്ങൾ കടന്നു
ടീമുകൾ കടന്നു വേണം. കാരക്കാട് BT മാസ്റ്റർ നന്മ സ്പോർട്സ് സ്റ്റേഡിയം ആവേശകരമായ മത്സരമാണ് ആവേശം. അതിനുശേഷം ഈ മത്സരത്തിന് ശേഷം കൊണ്ടു കടന്നോളം ഈ മത്സരത്തിന് ശേഷം നടക്കുന്ന മത്സരം ഇരു ടീമുകളും ചെയ്യണം. ഈ മത്സരം കഴിഞ്ഞാൽ അവർ കൊണ്ടു കടന്നുകൊണ്ടതാണ്. മത്സരങ്ങളാണ് ദയവായി ശ്രദ്ധിക്കണം. പരാജയപ്പെട്ട ടീമുകളുടെ മത്സരങ്ങളാണ്. നല്ല മത്സരം ഇത് പരാജയപ്പെട്ട കാരക്കാട്ടി നല്ലൊരു മത്സരമാണ് കളിച്ചത്. നല്ല മത്സരം കൊണ്ടുപോകുന്ന കാരകം അടുത്ത മത്സരം അടുത്ത വർഷം മുതൽ ഈ മത്സരം നടത്താൻ ആവശ്യമായ എല്ലാ സാമ്പത്തിക സഹായങ്ങളും ചെയ്തു തരാൻ അവർ ഒരുക്കമാണെന്ന് അറിയിച്ചത് സന്തോഷത്തോടെ അറിയിക്കുന്നു. നമ്മുടെ കേരളത്തിൽ നിന്ന് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജോലി ചെയ്യുന്ന എല്ലാ മത്സരം നടത്താൻ ആവശ്യമായ എല്ലാ സാമ്പത്തിക സഹായം ചെയ്തു തരാമെന്ന് ഇപ്പോൾ സന്തോഷത്തോടുകൂടി വിളിച്ചറിയിച്ച വിവരം ലോകത്തുള്ള എല്ലാ മലയാളികളും വിശിഷ്യ എല്ലാ പ്രഖ്യാത നിവാസികളും ഇപ്പോൾ ഈ മത്സരം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ആവേശത്തിന്, അവരുടെ ഉത്സാഹത്തിന്, അവരുടെ സന്തോഷത്തിന് മാറ്റുകൂട്ടുവാൻ, അവരുടെ ഈ ഗ്രാമത്തോടുള്ള സ്നേഹത്തിന്റെ അളവിന് മാറ്റുകൂട്ടുവാൻ നാം എല്ലാവരും സഹകരിക്കണം. ഇത് അടുത്ത മത്സരം സമീപനമായി മത്സരം പര്യവസാനിക്കണം. ടീമുകൾ കടന്നുകൊള്ളണം. നഫിയുടെ പ്രത്യേക സ്ഥിതിക്ക് എത്രയും പെട്ടെന്ന് മത്സരം ആരംഭിക്കണം. ശ്രദ്ധിക്കണം. ടീമുകളെ ഓണപ്രഥമന്റെ വിതരണം അവസാനിച്ചു. മത്സരം ആരംഭിച്ചു. ആവേശകരമായ സെമി ഫൈനൽ മത്സരങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ടീമുകളെ മത്സരം ആരംഭിക്കുന്നു. നല്ല മത്സരം ഇതാ ആനുപാതികത്തിൽ മത്സരിക്കേണ്ടി വന്ന ചാമ്പ്യൻ ടീമുകൾ ഒരു ചാമ്പ്യൻ ടീം മഹോത്സവം പുറത്തു പോകുന്നു. ഒന്ന് കഴിഞ്ഞ ഈ മത്സരത്തിൽ നല്ലൊരു കൈ സമ്മാനിച്ചു. ഇപ്പോൾ നല്ല മത്സരം കാണിക്കും. പ്രിയമുള്ളവരെ, പൗരാവലി സംഘടിപ്പിച്ച ഈ അഖിലേന്ത്യാ വടംവലി മത്സരത്തിൽ മൊത്തം 16 ടീമുകൾ മാറ്റിവെച്ച രണ്ടാം മത്സരത്തിലേക്ക് ക്ഷണിക്കുന്നു. ബി ഗ്രൂപ്പിലെ ഒന്നാം സ്ഥാനക്കാരായ എലൈറ്റ് പള്ളിക്കൽ വേഴ്സസ് സി ഗ്രൂപ്പിലെ രണ്ടാം സ്ഥാനക്കാര യങ്സ്റ്റാർ നൂറിനെ നേരിടുമ്പോൾ സി ഗ്രൂപ്പിൽ ആദ്യ മത്സരം സി ഗ്രൂപ്പ് ചാമ്പ്യന്മാരായ MMKCT പുനലൂർ നേരിടുന്നു. ഈ ഗ്രൂപ്പിലെ രണ്ടാം സ്ഥാനക്കാര ആർക്കേഡ്സ് പന്മള പുനലൂരിനെ. നാലാം മത്സരത്തിൽ ഡി ഗ്രൂപ്പിലെ ഒന്നാം സ്ഥാനക്കാര ഭാരത് കടകമൺ പത്തനാപുരം നേരിടുന്നു. സി ഗ്രൂപ്പിലെ രണ്ടാം സ്ഥാനക്കാരായ നന്മ സ്റ്റോഴ്സ് ടീം. ആദ്യ മത്സരം ക്ഷണിക്കുന്നു സ്പാർട്ടൻസ് കുന്നത്തൂർ വേഴ്സസ് ചലഞ്ചേഴ്സ് മുട്ടാർ ആലപ്പുഴ. കൊല്ലം ജില്ലയുടെ ചാമ്പ്യൻ ടീം അതോടൊപ്പം തന്നെ ചലഞ്ചേഴ്സ് മുട്ടാർ നല്ല മത്സരം. ഒരു പ്രത്യേക ഈ മത്സരം കാണുവാനും കണ്ടാവിടെ എത്തിയിരിക്കുന്ന മുഴുവൻ കായിക പ്രേമികൾ തയ്യാറെടുപ്പുകളിലേക്ക് ദർശകരിക്കാം. കാരണം ഇത് ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങളാണ്, നോക്കൌട്ട് മത്സരങ്ങളാണ്. അതിശക്തമായ ബെസ്റ്റ് ഓഫ് 3 മത്സരങ്ങൾ, 3 മത്സരങ്ങളാണ്. ഇത് നോക്കൌട്ട്. പരാജയപ്പെടുന്ന ടീം നോക്കൌട്ടാണ്. രണ്ട് ശൈലികൾ തമ്മിലുള്ള മത്സരമാണ്. അതായത് ക്വാർട്ടറിലേക്ക് കിടക്കുന്ന മത്സരത്തിൽ
ദയവായി വ്യക്തമായ അകലം കാണിക്കണം. ഫസ്റ്റ് ആവേശമുള്ള രണ്ട് വ്യത്യസ്ത ശൈലിയിൽ നമ്മുടെ ഇരുകളുടെ ശബ്ദമുള്ള ആവേശമുള്ള ഈ പ്രദേശത്തെ ഭിന്നമാക്കുവാൻ ഇതാ ലൂസ് ചെയ്തുകൊണ്ട് ആവേശമുള്ള ഈ മത്സരത്തിൽ ഒരു കാരണത്തിന് മറക്കപ്പെടിക്കരുത്. ഇതുകൊണ്ടാണ് പറയുന്നത് മുഴുവൻ കായിക പ്രേമികളും കണ്ടോ, മുഴുവൻ കായിക പ്രേമികളോട് ശ്രദ്ധിക്കണം. തരംഗശൈലിയിൽ തോൽവികൾ ചെയ്യുമ്പോൾ ദയവായി മാനസിക്കണം. അല്ലാത്ത പക്ഷം വലിയ അപകടങ്ങളുണ്ടാകും. ദയവായി ശ്രദ്ധിക്കണം. പുറകിലേക്ക് മാറുന്ന സമയം ഇത് രണ്ട് ശൈലിയാണ്. തോൽവി തരംഗ ശൈലിയാണ്. ദയവായി കായിക പ്രേമികൾ സഹകരിക്കണം. ഓക്കെ കുന്നത്തോടെ സംഘർഷം ദയവായി ആടിപ്പുറങ്ങൾ ഒരുക്കി അവസരം കയറുന്നു. ദയവായി പുറകിലേക്ക് മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുന്നു. ഒരു പട്ടികയിലൂടെ ഒരു പ്ലേഡിലേക്ക് പദ്ധതി നല്ല സാധ്യത വർണ്ണശമനമായി ഈ പ്രദേശത്തെ ജില്ലയാക്കുവാൻ നല്ല പ്രോത്സാഹനം കൊടുക്കും. നല്ല പ്രോത്സാഹനം കൊടുത്ത് ആദരപൂർവ്വം വിലക്ക് കളിക്കണം. അടുത്ത ദിവസം എംസാർ മോർനാട് മസാലേക്ക് വലിയ കിടന്നുള്ള എംസാർ അടുത്ത ദിവസമായി എലൈറ്റ് പള്ളികൾ MMKC ടീമുകളോട് MMKC ടീമുകളോട് എലൈറ്റ് പള്ളി ആലപ്പുഴ ജില്ലയിലെ പത്തനംതിട്ട ജില്ലയിലെ സമീപ പ്രദേശങ്ങളോടെത്തിയ എലൈറ്റ് പള്ളികൾ നല്ല പ്രോത്സാഹനം. അതോടൊപ്പം എംസാർ തത്വമുന്ന നിരവധി സമാനങ്ങൾ കരസ്ഥമാക്കിയ ചാമ്പ്യൻ ടീമുകൾ ടീം ക്യാപ്റ്റന്മാർ കടന്നു. കാണികൾ ദയവായി സഹകരിക്കുക. കാണികൾ റോഡിന്റെ ഇരുഭാഗത്തേക്ക് മാറി സഹകരിക്കുക. എങ്കിൽ മാത്രമേ ഈ മത്സരങ്ങൾ ഭംഗിയായി പൂർത്തീകരിക്കാൻ സാധിക്കത്തുള്ളൂ. മത്സരങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. നല്ല മത്സരം ഇത് ക്വാർട്ടർ ഫൈനൽ മത്സരമാണ്. സമീപ പ്രദേശത്തെ രണ്ട് സഹോദര ടീമുകളാണ്. കുന്നും കരുത്തും കേട്ടറിഞ്ഞു വന്ന ചാമ്പ്യൻ ടീമിനാണ്. നിങ്ങളെ ദയവായി പറയുന്ന മാറി സാധിക്കാം. ഒന്ന് കയ്യിൽ സാധിച്ചേ കണക്കുകൾ പറഞ്ഞു തീർക്കുവാൻ കുന്നും കരുത്തും കേട്ടറിഞ്ഞു മാറുന്ന രണ്ട് മനോഹര ടീമുകളെ വിളിച്ചുകൊണ്ട് പോകാറുണ്ട്. ഈ പ്രദേശത്തിനെ ജനമാക്കാൻ ശ്രദ്ധിക്കുക.